ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു സ്വീറ്റ് ഡിഷ് പ്രിപ്പയർ ചെയ്യാൻ പോവാണേ. റവ കേസരിയാണ് കേട്ടോ ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു ഡിഷായിരിക്കും, എന്നാലും ഞാൻ ചെയ്യുന്ന രീതി ഒന്ന് ഷെയർ ചെയ്യുവാണേ. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. 2 ടേബിൾ സ്പൂൺ ബട്ടർ ഒരു പാനിൽ ചൂടാക്കുന്നുണ്ട്. ബട്ടർ കംപ്ലീറ്റ് മെൽറ്റായി കഴിഞ്ഞാൽ അതിലേക്ക് 1 കപ്പ് റവ ആഡ് ചെയ്ത് കൊടുക്കാം. റോസ്റ്റഡ് റവ യൂസ് ചെയ്യാം, റോസ്റ്റ് ചെയ്യാത്ത റവയാണെങ്കിലും കുഴപ്പമില്ല. ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്തെടുക്കാം. നന്നായി കമ്പൈൻഡ് ആയി കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. പാകത്തിന് റോസ്റ്റ് ആയി കഴിഞ്ഞാൽ ചെറുതായിട്ട് കളറൊന്ന് ചേഞ്ച് ചെയ്യുവേ. നല്ലൊരു ഫ്രേഗ്രൻസും കിട്ടും. പിന്നെ ബട്ടർ നന്നായിട്ടങ്ങ് മിക്സ് ആയി കഴിയുമ്പോൾ റവ ഒന്ന് വെറ്റായ പോലെയും വരും. കമ്പൈൻ ചെയ്യുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചും റോസ്റ്റ് ചെയ്യുന്നത് മീഡിയം ഫ്ലെയിമിൽ വെച്ചും വേണം ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ റവയല്ലേ പെട്ടെന്നങ്ങ് കരിഞ്ഞു പോകും കേട്ടോ. പാകത്തിന് റോസ്റ്റ് ചെയ്തെടുത്ത റവയിലേക്ക് നമ്മൾ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുവാണേ. പഞ്ചസാരയും റവയും കൂടെ ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് കമ്പൈൻ ചെയ്തെടുക്കാം. നല്ലതുപോലെ കമ്പൈൻഡ് ആയി കഴിഞ്ഞാൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഷുഗർ ഒന്ന് മെൽറ്റായി റവയിലേക്ക് അലിഞ്ഞു ചേരുന്നത് വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഫ്ലെയിം ഒട്ടും കൂട്ടരുത് കേട്ടോ. ഷുഗർ കൂടി ആഡ് ചെയ്തിരിക്കുന്ന കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. റോസ്റ്റ് ചെയ്ത റവയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത്രയും ടൈം എടുക്കുകയല്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഈ മിക്സ് റോസ്റ്റായി കിട്ടും. ഷുഗർ നല്ലതായിട്ട് മെൽറ്റായി റവ ഒന്ന് കട്ട പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു പരുവം കേട്ടോ. ഈ പരുവാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 കപ്പ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മിൽക്ക് ആഡ് ചെയ്യുന്നത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണേ. ഒരു 8-10 സ്ട്രാൻഡ്സ് സാഫ്രൺ കുറച്ച് മിൽക്കിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഈ നേരത്ത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. റവ കേസരി എന്ന് പറയുമ്പം സാഫ്രൻ്റെ ഒരു കളറും ടേസ്റ്റും കൂടെ ഉണ്ടെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. സ്വീറ്റ്നെസ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 പിഞ്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കാം. മിക്സ് വല്ലാതെ തിക്കായി പോകുന്നെന്ന് തോന്നുകയാണെങ്കിൽ 1/2 കപ്പ് പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ ആവശ്യത്തിനനുസരിച്ച് നോക്കി ചെയ്താൽ മതി. ഷുഗർ ആണെങ്കിൽ പോലും നമ്മുടെ സ്വീറ്റ്നെസ്സിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഈ മിക്സ് ഇപ്പോൾ നന്നായിട്ട് കമ്പൈൻഡ് ആയിട്ട് വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് പാൻ ഒന്ന് കവർ ചെയ്ത് കൊടുത്ത് റവ നല്ല സോഫ്റ്റ് ആകുന്നിടം വരെ കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കണം. തീരെ ഡ്രൈ ആയി പോവുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വല്പം കൂടെ മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒട്ടും തന്നെ കട്ട പിടിക്കാത്ത രീതിയിൽ കമ്പൈൻ ചെയ്ത് കൊടുത്ത് കുക്ക് ചെയ്തെടുക്കണം. ഈ സ്വീറ്റ് ഡിഷിന് ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വാനില എക്സ്ട്രാക്റ്റ് അല്ലെങ്കിൽ ഏലക്ക പൊടിച്ചതാണേലും യൂസ് ചെയ്യാം കേട്ടോ. ഒന്നും കൂടി ഒന്ന് റവ സോഫ്റ്റ് ആവാനുണ്ട്. പാൻ കവർ ചെയ്ത് സ്വല്പം നേരം കൂടി ഞാൻ കുക്ക് ചെയ്യുവാണ്. ഇപ്പോൾ ഈ മിക്സ് പാകത്തിന് കുക്കായിട്ടുണ്ട് കേട്ടോ. റവ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് കട്ടയൊന്നുമില്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുത്ത് ഒന്നും കൂടെ സോഫ്റ്റ് ആക്കി എടുക്കാം. നമുക്കിഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് ആൽമണ്ട്സ് ചോപ്പ് ചെയ്തതാണേ. വാനില ഫ്ലേവർ എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് ഫ്ലേവറിനായിട്ട് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആൽമണ്ട്സും എസൻസും ആഡ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്നും കൂടി കമ്പൈൻ ചെയ്തെടുക്കാം. ഇനി കുക്ക് ചെയ്യാനൊന്നുമില്ല. എല്ലാ ഇൻഗ്രീഡിയൻസും പാകത്തിന് കുക്ക്ഡ് ആയിട്ടുള്ളതാണ്. മിക്സിങ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. ഇതുടനെ സെർവ് ചെയ്യരുത് കേട്ടോ. പാൻ കവർ ചെയ്ത് കുറച്ച് നേരം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം ഇത് സെർവ് ചെയ്യാനായിട്ട്. സെർവ് ചെയ്യുന്നതിന് മുമ്പ് ഒന്നും കൂടി കമ്പൈൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാനിതൊരു കട്ടോരിയിലേക്ക് മാറ്റുകയാണ്. ജസ്റ്റ് ഒന്ന് മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സെർവ് ചെയ്യുമ്പം ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്, അല്ലാതെ ഇത് ഷേപ്പ് ചെയ്യാതെയും നമുക്ക് സെർവ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത കട്ടോരിയാണേ. ഇതിലേക്ക് റവ കേസരി ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറക്റ്റ് കട്ടോരിയുടെ ഷേപ്പിൽ നമുക്ക് റവ കേസരി കിട്ടും. ഞാൻ എൻ്റെ ഒരു രീതിക്ക് ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ റവ കേസരി സെർവ് ചെയ്യാം. ചിലർ പ്ലേറ്റിൽ സെറ്റ് ചെയ്തെടുത്ത് കട്ട് ചെയ്ത് സെർവ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് കുറച്ചും കൂടെ ഈസി അല്ലേ. നമ്മുടെ സ്വീറ്റ് ഡിഷ് സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ചോപ്പ് ചെയ്ത കുറച്ച് ബദാമും സാഫ്രണും കൂടെ വെച്ച് ഞാൻ ഒന്നും കൂടെ ഒന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ.
ഇതൊരു ഡെസേർട്ടായിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് വാച്ചിങ്. ബൈ.